ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസുമായിട്ടാണ്. എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഇളയ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനൊക്കെ പീൽ ചെയ്ത് കളയാം. അപ്പോൾ അതേ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് മുറിച്ചെടുക്കാം. ഇത് ഈ ഒരു സൈസിലാണ് ഞാനിങ്ങനെ മുറിക്കുന്നില്ല, ഈ ഒരു സൈസിലാണ് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ 3 കഷ്ണങ്ങളാക്കി മാറ്റിയാണ്. ഇനി നമുക്ക് ഇതിനെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതുപോലെ നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസിനെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ മുറിച്ചെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി 2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഉപ്പ് വേണമെന്നില്ല. എക്സ്ട്രാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ 1 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരുന്നവരെ കാത്ത് വെക്കാം. ഇതേ ഉപ്പൊക്കെ അലിഞ്ഞ് നന്നായിട്ട് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നില്ല. ഒരു 1/4 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമും പിന്നെ ലോ ഫ്ലെയിമും ആയി പോകരുത്. അപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും. ഇനി നമുക്കൊരു ലിഡ് ഉപയോഗിച്ച് ഇതൊരു 10 മിനിറ്റത്തേക്ക് ഇതിനെ ഒന്ന് വേവാൻ വേണ്ടി വെക്കുക. ഇതൊരു 1/4 ഭാഗം മാത്രം വെന്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ണികളുള്ള പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ വെള്ളമൊക്കെ കളയാം. ആ കണ്ണിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ A4 ഷീറ്റോ വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു പേപ്പറും കൂടി വെച്ചിട്ട് അതിലുള്ള ബാക്കിയുള്ള വെള്ളപ്പശയൊക്കെ കളയാം. അപ്പോൾ ഞാനിവിടെ ഒരു A4 ഷീറ്റ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങിലും ഉണ്ടാകുന്ന ജലാംശവും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പശ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ പേപ്പറിൽ പറ്റിപ്പിടിക്കും.
അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അധികം അമർത്തി കൊടുക്കാനൊന്നും പോകണ്ട, കാരണം പിന്നെ ഇത് 1/4 ഭാഗം വെന്ത് കിട്ടിയ ഉരുളക്കിഴങ്ങാണ്. അപ്പം നമ്മൾ അധികം പ്രസ് ചെയ്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ മുറിച്ച് നീളത്താൻ പീസസൊക്കെ ചെറിയ ചെറിയ പീസസായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനുള്ള വെള്ളത്തിൻ്റെ പശകളൊക്കെ ഈ പേപ്പറിൽ വന്ന് ചേരും. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഏകദേശം ജലാംശമൊക്കെ ഉരുളക്കിഴങ്ങിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. ഇനി കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒപ്പിക്കൊടുക്കാം. ഒരു പേപ്പർ എടുത്ത് ഒപ്പിക്കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയുള്ള പീസസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇത് 1/4 ഭാഗം മാത്രമാണ് വെന്തിരിക്കുന്നത്. ഓവർ കുക്ക്ഡായ നമുക്ക് ഇതുപോലെ പിടിക്കാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഇതിന് മുകളിൽ ആവശ്യമുള്ള കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ ദേവൂട്ടന് മുളക് പൊടി അത്ര ഇഷ്ടമല്ല, സ്പൈസസ് അധികം ഇഷ്ടമല്ലാത്ത ആളാണ് ദേവൂട്ടൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന ടൈമിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉരുളക്കിഴങ്ങിനകത്ത് അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കോൺഫ്ലവറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതായിരിക്കും, കൂടുതൽ ക്രിസ്പിനെസ് കിട്ടും. നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചട്ടി ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടാവണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. കാരണം ഇതൊരു 1/4 ഭാഗം മാത്രം വെന്താൽ മതി. 1/4 ഭാഗം നേരത്തെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടാലും നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതായിരിക്കും. ഹൈ ഫ്ലെയിമിലിട്ടാലും ഇടയ്ക്കിടെ നമ്മൾ ഒരു തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് കരിയണ്ടെന്ന് വെച്ചിട്ടുമാണ്. അപ്പോൾ ജസ്റ്റ് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസാനത്തെ ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ കൂട്ടി കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദേവൂട്ടന് കഴിക്കാൻ കൊടുക്കാം. ദേവൂട്ടൻ എന്താണ് ദേവൂട്ടൻ്റെ ഇത് കണ്ടിട്ടുള്ള അഭിപ്രായം, ഇത് ടേസ്റ്റ് ചെയ്തിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ദേവൂട്ട എങ്ങനെയുണ്ട്? നല്ല സൂപ്പറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ? സത്യമായിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അമ്മ. എല്ലാവരുടെ വീട്ടിലും ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.